കർണാടക സംസ്ഥാനത്തെ ബಳ್ಳാരി എന്ന ജില്ലയിലെ ഹൊസപേട്ട എന്ന താലൂക്കിലാണ് ഹംപി എന്ന ചരിത്ര നഗരം സ്ഥിതി ചെയ്യുന്നത്. ഹൊസപേട്ടയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹംപിയിലേക്ക് ഏകദേശം എല്ലാ സംസ്ഥാനത്തു നിന്നും KSRTC സർവീസ് നടത്തുന്നുണ്ട് എന്നൊരു കാര്യമുണ്ട്. ഏകദേശം 2000 രൂപയായിരുന്നു. അതിൽ താഴെയാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഹൊസപേട്ടയിലേക്ക് യാത്രാ ചെലവിന് KSRTCയിൽ എടുത്തത്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബസ് ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട്. അതായത് നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മുടെ ഹോട്ടലിലേക്ക് മാറ്റാനും പിന്നെ റിസോർട്ടിനെ പറ്റി സംസാരിക്കാനും ടൂർ ഗൈഡുകളായിട്ടും കുറേ ആളുകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലൊരു ഓട്ടോക്കാരനെയും ഗൈഡുമായ ഒരാളുടെ ഓട്ടോയിൽ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി. ഒരുപാട് വലിയൊരു സിറ്റി അല്ലാത്തത് കൊണ്ട് വളരെ ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള അക്കോമഡേഷനും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. നമുക്ക് വീട് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു റിസോർട്ടൊക്കെയാണ് നമുക്ക് കിട്ടാവുള്ളൂ. റോക്കി മൗണ്ടൻ എന്ന് പറഞ്ഞ് ഞാൻ താമസിച്ച ഹോട്ടലിലേക്കാണ് ഞാനീ പോകുന്നത്. വിരൂപാക്ഷി ടെമ്പിളിൻ്റെ അടുത്തൂടെയുള്ള വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ടെമ്പിളിനെ പറ്റി ഞാൻ അടുത്ത ദിവസം പറയുന്നതായിരിക്കും. ആദ്യത്തെ ദിവസത്തെ യാത്ര നേരെ പോയത് ഒരു വലിയ ഗണപതിയുടെ ഒരു സ്റ്റാച്ചുവിൻ്റെ മുമ്പിലേക്കാണ്. ഇതറിയപ്പെടുന്നത് ശശി വെക്കലു ഗണപതി എന്നാണ്. ഇത്ര വലിയൊരു പ്രതിമ അറിയപ്പെടുന്നത് ഗണപതിയുടെ. ഏകദേശം 18 അടി ഉയരവും വലിയ ആകാരവടിവുമുള്ള ഒരു മണ്ഡപത്തിൻ്റെ ഉള്ളിലാണ് ഏകദേശം 12 അടി ഉയരത്തിലുള്ള ഈ വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു വലിയൊരു ചതുരത്തിൻ്റെ നടുവിലാണ് ഈ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ആ വലിയ ഗണപതിയുടെ പ്രതിമയുടെ അടുത്ത് നിന്ന് ഏകദേശം ഒരു അല്പം മുകളിലേക്ക് പോയപ്പോൾ അവിടെ വലിയൊരു നടവാതിലാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു പടിപ്പുര പോലെയൊക്കെ ഏകദേശം 2 ആനയ്ക്ക് മേളിൽ കയറി നിന്നാൽ പോകാൻ പറ്റും അത്രയ്ക്ക് വലിപ്പമുള്ള കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച തൂണുകളും ഭംഗിയിൽ കൊത്തി ചിത്രപ്പണികളൊക്കെ ചെയ്ത ഒരു പടിപ്പുരയാണ് ഈ കാണുന്നത്. ഗ്രില്ലൊക്കെ ഇട്ട് അടച്ചിരിക്കുകയാണ് ഇപ്പം. ശരിക്കും വളരെ വിവരസാങ്കേതിക വിദ്യയൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഇത്രയും വിപുലമായ എൻജിനീയറിംഗ് വൈഭവത്തോടു കൂടി ഇതൊക്കെ നിർമ്മിക്കുക എന്നതിൽ നമുക്ക് ശരിക്കും അവിശ്വസനീയമായൊരു കാര്യമാണ്. ആ കാണുന്ന ഇരുനിലയിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് ഹേമകുണ്ട ഡബിൾ സ്റ്റോൺ മണ്ഡപമാണിത്. അത് കല്ലുകൊണ്ടാണ് അത് പണിതിരിക്കുന്നത്. ഇത് ഹേമകുണ്ട എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്തെങ്കിലുമൊക്കെ പൂജകളൊക്കെ നടത്തിയിരുന്ന മണ്ഡപങ്ങളാണ് വിശ്വസിക്കുന്നു. ഇത്ര വലിയ കല്ലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കണ്ടല്ലേ. അതിൻ്റെ പരിസരമൊക്കെ അതിൻ്റെ അടിയിൽ കുഞ്ഞതായിട്ട് മാത്രമേ ഉള്ളൂ. ശരിയൊരു ആട്ടിൻകുട്ടി പോയി നിൽക്കുന്ന പോലെ ഒരു ഇതാണ്. കാരണം അതൊക്കെ വളരെ വളരെ വലിയ കല്ലുകളും പാറകളുമാണ് ആ കാണുന്നത്. നേരെ ആ 2 നിലയുള്ള കല്ലുകൾ കൊണ്ട് പണിത ആ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുകയാണ്. ശരിക്കും സിമൻറ്റോ മറ്റ് സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ വെറും കല്ലിൽ മാത്രം നിർമ്മിച്ചിരിക്കുന്ന അതിഭീമമായ തൂണുകളും മേൽക്കൂരകളോടും ഉള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇത്ര വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഇത്ര പരപ്പിൽ ഈ ഒരു മണ്ഡപവും ഈ ഒരു കല്ലുകളുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പം വളരെ അത്ഭുതം തന്നെ നമുക്ക് തോന്നും. ഒരുപാട് സന്ദർശകർ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങ് ദൂരേക്ക് പരന്ന് കിടക്കുന്ന വലിയ കോട്ടകളും കുന്നുകളും പാറക്കൂട്ടങ്ങളും പിന്നെ ഒരുപാട് പ്രതിമകളും ഒക്കെ നിറഞ്ഞ് വളരെ വളരെ എന്ത് പറയാം, നമുക്കവിടെ ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇതൊരു രാജ്യമായിരുന്നോ അതോ ഇതൊരു കഥകളിൽ അല്ലെങ്കിൽ വായിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വിജയനഗരം ഭരിച്ച ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ പരമ്പരയായിരുന്നു ഏകദേശം 136 മുതൽ 1565 വരെ ഇവിടെ ഇങ്ങനെ വസിച്ചിരുന്ന ഒരു ജനതയെ മുഴുവനും ഇത്തരത്തിലുള്ളൊരു നിർമ്മിതികളൊക്കെ ഉണ്ടാക്കാൻ അവരെ സഹായിച്ചതും ആ ഒരു രാജപരമ്പരയുടെ ഒരു സിദ്ധി കൊണ്ട് മാത്രമാണ്. പല രാജാക്കന്മാരുടെ കീഴിൽ എത്രയോ മനുഷ്യരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഇത്ര മനോഹരമായിട്ടുള്ള ഈ നിർമ്മിതികളെല്ലാം ഇവിടെ വരാനും കാരണമായത്. പല രാജവംശങ്ങളും പല വർഷങ്ങളെടുത്ത് നിർമ്മിക്കപ്പെട്ട ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ, അതായത് ഈ വിജയനഗരത്തിൻ്റെ ശരിക്കും അതൊരു വിജയം തന്നെയായിരുന്നു. ഒരു പക്ഷേ അതിനൊരു പ്രതാപകാലം ഉണ്ടായിരുന്ന ആ സമയത്ത് നോക്കൂ, ഓരോ പൂവിനും കല്ലിനും വരെ സൗന്ദര്യമാണ്. ഇത്ര മനോഹരമാണ് ഇവിടം. ഒരു രാജാവിൻ്റെ കാലത്ത് ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു രാജ്യം എങ്ങനെയായിരുന്നു, എത്ര മനോഹരമായിരുന്നു എന്ന് നമുക്ക് ഈ കാണുന്ന ഈ കാഴ്ചകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ നിർമ്മിച്ച കോട്ടകളും ക്ഷേത്രങ്ങളും പ്രതിമകളും ഇന്നും ശരിക്കും അത്
ഇത്ര ബ്യൂട്ടി ആയിട്ടിരിക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് അതിൻ്റെ മനോഹാരിത എന്തോരമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി മുഴുവൻ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമായിട്ട് അവരാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ. നോക്കൂ, എത്ര വലിയ കല്ലുകൾ കൊണ്ട് എത്ര മനോഹരമായ ശില്പങ്ങൾ തീർത്തതുപോലെയാണ് ഇത്. ശരിക്കും നേച്ചർ ഉണ്ടാക്കിയതാണോ അതോ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടതാണോ എന്നതുപോലും നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെയൊക്കെ ഒരു രൂപം. ശരിക്കും ഇത്ര ചൂടത്ത് ഞാൻ ശരിക്കും ഒരു കുട പിടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് നന്നായിട്ട് ചുട്ട് പഴുത്ത ഈ പാറയിലൊക്കെ ചൂട് വന്നിട്ട് അത്രയ്ക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നൽകുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് വിരൂപാക്ഷ ടെമ്പിൾ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഏകദേശം മെയിൻ ടവർ അതാണ്. അവിടെ മാത്രമാണ് ഇപ്പം പൂജകളും കർമ്മങ്ങളും ഒക്കെ നടത്തുന്നുള്ളൂ. അതും വലിയൊരു നിർമ്മിതിയാണ്. അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇത്ര വലിയൊരു ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ആ പാറയിൽ ഇത്ര ജലസമൃദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം ശരിക്കും ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട്, നമ്മൾ കേരളമാണെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ശരിക്കും ദൈവം അനുഗ്രഹിച്ച ഒരു ജനതയുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഈ കാണുന്നതൊക്കെ. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഒരു പുരാതനമായിട്ടുള്ള ഒരു നഗരത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. നോക്കൂ, ഓരോ കല്ലിലും ആ ഒരു പ്രത്യേക ഭംഗി സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു പ്രകൃതി എന്ന് പറയാം. എത്ര വലിയ ഭീമമായ കല്ലുകളാണെന്നറിയാമോ? എത്ര ഭംഗിയിലാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ജനത ഇവിടെ നിരന്തരമായി പണിയെടുത്തും ഒക്കെ പോയിട്ട ഒരു സ്ഥലമായിരുന്നു. നിരവധി കോട്ടകളും നിരവധി അമ്പലങ്ങളും ഒക്കെ ഇതിൻ്റെ മുകളിൽ പലയിടത്തായി ഈ രാജ്യത്തിൻ്റെ പല കോണിലായി ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. നോക്കൂ, അവിടെ ഒരു ചെറിയൊരു ശ്രീകോവിൽ കാണുന്നുണ്ട്. എന്താണെന്ന് നോക്കിയിട്ട് വരാം. നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ഇത് ആഞ്ജനേയ ടെമ്പിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, അന്നത്തെ കാലത്തെ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അന്നത്തെ ഒരു വാസ്തുവും ഒക്കെ നോക്കൂ എത്ര മനോഹരമായിരുന്നു. ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ആളുകൾക്കൊന്നും ഒരു പക്ഷേ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് അതിൻ്റെ ഓരോ ബ്യൂട്ടിയും. നോക്കൂ, ഇത് നേച്ചർ കളറാണ്. അത് നാച്ചുറൽ സ്റ്റോണുകളും ഒക്കെ വെച്ചിട്ടാണ് ഈ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ആഞ്ജനേയൻ്റെ ടെമ്പിളാണെന്നല്ലോ പറഞ്ഞല്ലോ, അതൊക്കെ ചെയ്തിരിക്കുന്നത്. നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള, എത്ര മാത്രം ജനങ്ങൾ പണിയെടുത്തിട്ടായിരിക്കും ഇത് ഇത്ര മനോഹരമായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോഴത്തെ കുറേ നിർമ്മിതികളും അവിടെ ഇവിടെയായി ചാരി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടോ, അതൊക്കെ ഇപ്പോഴത്തെയാണ്. മോഡേൺ മനുഷ്യൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ഇനിയും ഒരുപാട് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് ഞാൻ പോവുകയാണ്.